നോക്കി ഇന്നെന്താ ഇവിടെ? അറിയില്ല സൂര്യ. എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? നിന്നോട് ചോദിച്ചേ കേട്ടില്ലേ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താന്ന്? ആരാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? പ്രിയങ്ക, പ്രിയങ്ക, ഇതെന്താ ഇവളിങ്ങനെ സൂര്യ? കൽപ്പന, വരുൺ വന്ന് കാണുന്നതിന് മുമ്പ് ഇവളെ പുറത്തിറക്കി വിട്ടേ പറ്റൂ, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അവൻ എങ്ങനെ പ്രതികരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ സൂര്യ ഇവളൊന്നും മിണ്ടാതിരിക്കല്ലേ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു കാര്യം ചെയ്യ്, പോയി അച്ഛനമ്മയെ വിളിച്ചോണ്ട് വാ. സൂര്യ ഒരു മിനിറ്റ്, ഞാൻ അവളോടൊന്ന് പറഞ്ഞു നോക്കാം. പ്രിയങ്ക, പ്രിയങ്ക, ദീദേ എന്തിനാ? ദീദേ പ്രിയങ്ക, എന്തിനാ? പ്രിയങ്ക ഇങ്ങോട്ട് വന്നേ. വാതിലൊന്ന് തുറന്നേ, ഞാൻ അവളെ ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കട്ടെ. എന്റെ യശോദെ, പ്രിയങ്ക മോള് കിടന്ന് ഉറങ്ങുക. അതിന്റെ ഇടയിൽ നിന്ന് വിളിച്ച് അവൾക്ക് ദേഷ്യം വരും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അമ്മേ, ഇതൊന്ന് കൊടുത്തു നോക്കട്ടെ, ചിലപ്പോ കുടിക്കുകയാണെങ്കിലോ. എടി വേണ്ടാന്ന് പറഞ്ഞ നിനക്ക് എന്താ മനസ്സിലാവാത്തത്? രാവിലെ തന്നെ കരുതിക്കുട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നിരിക്കാണോ? ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നുന്നാ? അവക്കൊരു ചായ കൊടുക്കാൻ വന്നതാണോ? അമ്മ ഒന്ന് മാറി നിന്നേ, ഞാൻ കൊടുത്തു നോക്കട്ടെ. നിക്കടി. അകത്തേക്കെങ്ങാനും കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വിധം മാറും. ഒരു അമ്മ സ്നേഹം കാണിക്കാൻ വന്നിരിക്കുന്നു. എടി, ആ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. അതെപ്പം ഉണരണം, എപ്പം കുടിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അതിനിടയിൽ ആരും ഇങ്ങോട്ട് കുത്തി കയറി വരണ്ട. കഷ്ടമുണ്ടമ്മേ, ഈ അവസ്ഥയിലിരിക്കുന്ന അവളുടെ മനസ്സിൽ വെറുതെ എന്തിനാ വെറുപ്പുണ്ടാക്കുന്നേ? അയ്യേ, എന്തിനാ എന്നിൽ നിന്നും ദേവേട്ടനിൽ നിന്നും അവളെ മാറ്റി നിർത്തുന്നേ? എനിക്ക് സൗകര്യം ഉണ്ടായിട്ടു. സ്നേഹിക്കാൻ പാകത്തിനെ നിങ്ങളുടെ കൺമുന്നിൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അന്ന് നിങ്ങൾ സ്നേഹിച്ചോ? അന്ന് നിങ്ങൾക്ക് വേറെ ഒരുത്തി മതിയായിരുന്നു. ഇത്രയും കാലം കിടന്നപ്പോ ഒരാളും ഉണ്ടായിരുന്നില്ലല്ലോ അതിനെ നോക്കാൻ. മനസ്സിന്റെ നില തെറ്റിക്കിടന്ന് കരഞ്ഞപ്പോ ആ കണ്ണീരൊപ്പം ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാ ഞാൻ അവകാശത്തോടെ പറയുന്നേ. പോകാൻ നോക്ക് യശോദേ. ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് അമ്മയ്ക്കൊരു തോന്നലുണ്ടാവും, പക്ഷെ അതല്ലെന്ന് കുറച്ചു കഴിയുമ്പോ അമ്മയ്ക്ക് ബോധ്യം വരും. അവളെ പ്രസവിച്ചത് ഞാനാ, അവളെ നോക്കിയതും വളർത്തിയതും ഞാനാ. എടീ, ബാക്കി കൂടെ പറയടി. അവളെ വെറുത്തതും തള്ളിക്കളഞ്ഞതും നീ തന്നെയാ. വരുൺ, ഞാനും സൂര്യൻ താഴേക്ക് വരുമ്പോ അവൾ ഇവിടെ ഇരുന്ന് ചായ കുടിക്കായിരുന്നു. അവളെ ആരാ ഇവിടെ എത്തിച്ചത്, ആരാ ചായ കൊടുത്തേന്നൊന്ന് അറിയണമല്ലോ. ഞാനൊന്ന് ചോദിച്ചു നോക്കാം. പ്രിയങ്ക, ഇങ്ങോട്ട് ആരുടെ കൂടെയാ വന്നേ? ആരാ കുടിക്കാൻ ചായ തന്നെ? ചേച്ചി എന്നെ കൊണ്ടുവന്ന, ചേച്ചി എനിക്ക് ചായ തന്നെ. എനിക്കൊന്നും അറിയില്ല, ഇവിടെ വന്ന് ഞാൻ കണ്ടതേ ഇല്ല.
അതെ, അപ്പൊ വേറൊരു പ്രശ്നമുണ്ട്. രാധിക പ്രിയങ്കയെ കണ്ടിട്ടില്ലെങ്കിൽ പ്രിയങ്ക ഇവിടെ വിളിച്ചിരുത്തിയതും സൽക്കാരത്തിന് ചായ കൊടുത്തതുമായ ഒരാളുണ്ടല്ലോ. അതാരാ? വരുൺ, ഞാനും കൽപ്പനയും മുറിയിലായിരുന്നു. എന്റെ ഒപ്പം അവള് താഴേക്ക് വന്നത്. അച്ഛാ, ദേ ഇവളുടെ മാനസികാവസ്ഥ വെച്ച് ഇവളെ കരുതി കൂട്ടി പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇവളെ വെച്ച് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ആരോ ശ്രമിക്കുന്നുണ്ട്. അതെന്തായാലും അനുവദിക്കാൻ പറ്റില്ല. ഞാനിവളെ അങ്ങ് പുറത്തിറക്കാൻ പോവച്ച. എന്തിനാടാ നോക്കി നിൽക്കുന്ന? പിടിച്ചു പുറത്താക്ക. ദേ മര്യാദയ്ക്ക് കൂടെ വന്നോണം, അല്ലാതെ ബലം പിടിക്കാനായിട്ട് നോക്കിയുണ്ടല്ലോ. വരുൺ, വരുൺ വേണ്ട. വരുണ് ബലം പിടിക്കില്ല. വരുൺ വേണ്ട. എന്തേ കാണിക്കണേ? എനിക്ക് അതെ, ഇവളെന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. വേണ്ട, വരുൺ, നോർമൽ അല്ലാത്ത കുട്ടിയാ. എങ്ങനെ ഇവള് തനിച്ചു വന്നതെന്ന് നമുക്കറിയില്ല.